ഹലോ വെൽക്കം ടു മീ ആൻഡ് മൈ ലിയോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൂച്ചകളൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ വളരെ ശോകമുഖമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ഒരു കളിക്കണേണ്ട ആ ഒരു ആധിക്യമൊക്കെ കുറയും. അപ്പോൾ നമ്മൾ അവരെ എൻഗേജ്ഡ് ആയിട്ട് നിർത്താൻ അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പേപ്പർ മെത്തേഡാണ്. എന്ന് വെച്ചാൽ പേപ്പർ ഇങ്ങനെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെ മടക്കുക. എന്നിട്ട് ജസ്റ്റ് ആ ഒരു അതിൻ്റെ നടുഭാഗം മടക്കിയിട്ട് അതിൻ്റെ ആ ഒരു വാലിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് സ്റ്റാപ്ലയർ ചെയ്യാം. എന്നിട്ട് ആ ഒരു ഓട്ട കാണില്ലേ, രണ്ടോട്ട, ആ ഒരു ഓട്ടയുടെ ഉള്ളിൽ നമ്മുടെ ഫുഡ് ഇട്ട് കൊടുക്കാം. ആ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് എടുക്കാനുള്ള ആ ഒരു ത്വര വരികയും അങ്ങനെ അവരെ കുറച്ചുകൂടി എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ പൂച്ച അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒരു പേപ്പർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ പൂച്ച അതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അവൻ വളരെയധികം രീതിയിൽ അവൻ എൻഗേജ്ഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നതാണ് ജസ്റ്റ് നമ്മളൊരു ക്ലീൻ തറയിൽ കുറച്ച് ഫുഡ് ഇടുക, അതിന് മേലെ ഒരു തുണി വിരിക്കുക. ആ തുണി വിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവൻ ആ തുണിയുടെ അടിയിൽ നിന്നും ആ ഒരു ഫുഡ് എടുക്കുന്നതിലൂടെ ഒരു ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്നതിലൂടെ അവനെ നമുക്ക് കുറച്ചുകൂടി എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താം. ഇതിപ്പോൾ നമുക്ക് തുണിയുടെ ഉള്ളിൽ ജസ്റ്റ് ഫുഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും സ്വീകരിക്കാം. നമുക്ക് ആ ഒരു ജസ്റ്റ് ആ ഒരു വർക്കാണ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്. അങ്ങനെ അവനെ എൻഗേജ്ഡ് ആയിട്ട് നമുക്ക് ഇരുത്താനായിട്ട് സാധിക്കും. ലാസ്റ്റായിട്ട് നമുക്കൊരു ക്രാഫ്റ്റ് മെത്തേഡിലൂടെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്രാഫ്റ്റ്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പേപ്പർ ഗ്ലാസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പൂ പോലെ ആക്കിയിട്ടാണ് നമ്മൾ വെച്ചേക്കണത്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവൻ ക്രാഫ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇടയിൽ നിന്ന് ഫുഡൊക്കെ എടുക്കാനായിട്ട് നോക്കുമ്പോൾ അവനെ കുറച്ചുകൂടി നമുക്ക് എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിച്ച് മാത്രമല്ല, നമുക്ക് ഏതെങ്കിലും നമുക്ക് ഉതങ്ങാവുന്ന രീതിയിൽ ഒരു പേപ്പർ ബോട്ടാവാം, ഏതെങ്കിലും നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ, നമുക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്താലും നമുക്ക് ഇവനെ കൊണ്ട് കുറച്ചുകൂടി എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പൂച്ചകളിലും ഇത് പരീക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രായം കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ആക്ടിവിറ്റീസൊക്കെ കുറയും. അപ്പോൾ അവരെ കുറച്ചുകൂടി എൻഗേജ്ഡ് ആയിട്ടും അവരെ കുറച്ചുകൂടി എന്താ പറയുക, ഉന്മേഷവാനായിട്ടും ഇരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഉന്മേഷവതികളായിട്ടും ഇരുത്തണമെങ്കിൽ നമുക്ക് ഈ ഒരു വർക്കുകളൊക്കെ ചെയ്താലായിട്ട് നമുക്ക് കൂടുതൽ അവരെ കൊണ്ട് എന്താ പറയുക, അവരെ ഉണർവോട് കൂടി ഇരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.